നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴ വിജ്ഞാനമാതാ പള്ളിയിൽ പരിശുദ്ധ കന്യകാമാതാവിന്റെ തിരുനാളിന് സമാപനമായി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. ബാംഗ്ലൂർ സ്ഫോടന കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് PDP ജില്ലാ പ്രസിഡന്റ് മാഹിൻ ബാദുഷ മൗലവിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. തൊടുപുഴ വിജ്ഞാനമാതാ പള്ളിയിൽ പരിശുദ്ധ കന്യകാമാതാവിന്റെ തിരുനാളിന് സമാപനമായി. സമാപനത്തോടനുബന്ധിച്ച് ഫാദർ കുര്യൻ പുത്തൻപുരയുടെ കാർമ്മികത്വത്തിൽ തിരുനാൾ കുർബാന നടന്നു. ഫാദർ ജോർജ് കാളശ്ശേരി സന്ദേശം നൽകി. തുടർന്ന് ലതീഞ്ഞും പ്രദക്ഷിണവും നടന്നു. സ്നേഹവിരുന്നോടെ തിരുനാളിന് സമാപനമായി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് MN ബാബുവിന്റെ അധ്യക്ഷതയിൽ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. മന്ത്രി PJ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് G സുധീഷ് കുമാർ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ മുഖ്യ അതിഥിയായിരുന്നു. ഏറ്റവും മുന്തിയ പരിഗണന ലഭിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. ലോക ഭൂപടത്തിൽ നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ ഒരു വർഷം എഴുതുകയുണ്ടായി, ഒരു ടൂറിസ്റ്റ് സന്ദർശിക്കേണ്ട 10 സ്ഥലങ്ങളിൽ ഒന്ന് കുമരകമാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള പേരിൽ ടൂറിസത്തെ പറ്റി ഏത് പരസ്യം വരുമ്പോഴും പ്രധാനപ്പെട്ട മാഗസിനുകളിലൊക്കെ എയർ ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്ന കഴിഞ്ഞ മാസത്തെ ഞാൻ കാണുകയുണ്ടായി. ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള നിലയിൽ കേരളത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, കേരളത്തിൻ്റെ
ഹൈ റേഞ്ചസ്, കായലുകള്, കടലുകൾ, ഇവയ്ക്കെല്ലാം തുല്യ പ്രാധാന്യമാണ്. തേക്കടി മൂന്നാർ ആ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഏലത്തോട്ടങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ഇടുക്കി, തൊടുപുഴയ്ക്കും അതിൻ്റെതായ പ്രാധാന്യം. ബാംഗ്ലൂർ സ്ഫോടന കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് PDP ജില്ലാ പ്രസിഡന്റ് മാഹിൻ ബാദുഷ മൗലവിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കും. ഈ മാസം 26-ന് തൂക്കുപാലത്ത് നിന്ന് ആരംഭിക്കുന്ന യാത്ര 29-ന് തൊടുപുഴയിൽ സമാപിക്കും. സമാപന സമ്മേളനം PDP വർക്കിംഗ് ചെയർമാൻ പൂന്തുറ സിറാജ് ഉദ്ഘാടനം ചെയ്യും. കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KM A ഷുക്കൂർ, CPM ഏരിയ കമ്മിറ്റി VV മത്തായി തുടങ്ങിയവർ പങ്കെടുക്കും. നേതാക്കളായ നാസർ ചിറക്കുന്നേൽ, യൂസഫ് പെരുമ്പള്ളിച്ചിറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് കാര്യം. നിയമം റദ്ദ് ചെയ്യുക, അബ്ദുൽ നാസർ മഹദിനിക്ക് നീതി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളുമാണ്. സംസ്ഥാന വ്യാപകമായി PDP നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി ഈ മാസം 26 മുതൽ 29 വരെ PDP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പ്രസിഡന്റ് മാഹിൻ ബാദുഷ മൗലവി നയിക്കുന്ന ജില്ലാ പ്രക്ഷോഭ യാത്ര നടത്തുവാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. 26-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് PDPയുടെ സീനിയർ വൈസ് ചെയർമാൻ സ്വാമി വർക്കല രാജൻ ഈ പ്രക്ഷോഭയാത്ര തൂക്കുപാലത്ത് ഉദ്ഘാടനം ചെയ്യും. 4 ദിവസത്തെ ജില്ലാ പര്യടനങ്ങൾക്ക് ശേഷം 29-ാം തീയതി 4 മണിക്ക് തൊടുപുഴയിൽ മഹദനി മോചന മനുഷ്യാവകാശ സമ്മേളനത്തോടുകൂടി റാലിയോടുകൂടി ഈ പ്രക്ഷോഭയാത്ര സമാപിക്കുകയാണ്. മനുഷ്യാവകാശ സമ്മേളനം 29-ാം തീയതി 4 മണിക്ക് മുനിസിപ്പൽ മൈതാനിൽ നടക്കുമ്പോൾ ബഹുമാന്യായ PDPയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ പൂന്തുറ സിറാജ് മനുഷ്യാവകാശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് കേരള കോൺഗ്രസിന്റെ ചെയർമാൻ PC തോമസ്, മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് KM A ഷുക്കൂർ, CPM തൊടുപുഴ ഏരിയ സെക്രട്ടറി PP മത്തായി, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ VH അലിയാർ മൗലവി തുടങ്ങിയ നേതാക്കളും PDPയുടെ സംസ്ഥാന നേതാക്കളായ ശ്രീ സാബു കൊട്ടാരക്കര സംസ്ഥാന ജനറൽ സെക്രട്ടറി, നിസാർ മേത്തർ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സുബൈർ സബാഹി പാർട്ടിയുടെ വൈസ് ചെയർമാൻ എന്നീ നേതാക്കളും സംബന്ധിക്കുന്നതാണ്. ഇനിയൊരു ഇടവേള. 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ BIS ഹോൾമാർക്ക് അംഗീകാരം. KP വർക്കി ആൻഡ് സൺസ്, കാക്കനാട് ജുവലേഴ്സ്. KP വർക്കി ആൻഡ് സൺസ്, കാക്കനാട് ജുവലേഴ്സ്, തൊടുപുഴ, പെരുമ്പാവൂർ, കട്ടപ്പന, അടിമാലി, കോതമംഗലം. പാരമ്പര്യത്തിനൊപ്പം വിശ്വാസവും. വാർത്തകൾ തുടരുന്നു. തൊടുപുഴ താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ധനസഹായ വിതരണവും ചികിത്സാ സഹായ വിതരണവും ആചാര പദ്ധതി ക്ലാസിന്റെ ഉദ്ഘാടനവും നടന്നു. യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് തട്ടക്കുഴ രവി അധ്യക്ഷനായിരുന്നു. SN ശ്രീകാന്ത് സ്വാഗതവും പ്രസീത സോമൻ നന്ദിയും പറഞ്ഞു. അത് നമ്മുടെ സർവീസ് വാരികയിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് നമ്മുടെ കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആ വരുമാന പരിധിക്കുള്ളിൽ ഉള്ള കുട്ടികൾ അത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ആ സാമ്പത്തിക സഹായങ്ങൾ, അതിന്റെ സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നതാണ്. നമ്മുടെ വീടുകളിലെല്ലാം നമ്മുടെ സർവീസ് ദൈവാലയം വരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ അയവ തലങ്ങളിൽ തന്നെ അത് സ്വീകരിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ വാർത്താ പത്രികയായ നമ്മുടെ സർവീസ് ദൈവാലയം എല്ലാ വീടുകളിലും വരുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്.
അപ്പൊ അത് ഏതെങ്കിലും വീടുകളിൽ വരുത്താത്തതുകൊണ്ട് അത് എവിടെയൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി കാര്യങ്ങൾ ഭാരവാഹികൾ തന്നെ അതിന്റെ ഒരു പ്രചരണ പരിപാടി ഏറ്റെടുത്തുകൊണ്ട് എല്ലാ വീടുകളിലും അത് എത്തിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകേണ്ടതാണ്. മരണാനന്തര കർമ്മങ്ങൾക്ക് നായർ സമുദായത്തിൽ ഏകീകൃത രീതി നടപ്പാക്കുന്നതിനാണ് തൊടുപുഴ NSS താലൂക്ക് യൂണിയൻ ആചാര പദ്ധതി പരിശീലനം നൽകുന്നത്. മരണാനന്തര കർമ്മങ്ങൾ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ അടങ്ങുന്ന പുസ്തകം താലൂക്ക് യൂണിയൻ മുൻകൈയെടുത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രായോഗിക കാര്യങ്ങളിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ പരിഹരിക്കുന്നതിനാണ് പ്രത്യേക പരിശീലനം നൽകിയത്. ചന്ദനക്കൂട് കെട്ടിയിട്ട് ഈ രാമച്ച ചന്ദനക്കൂട് കൊണ്ടിരുമ്പോൾ അത് രാമച്ച നമ്മൾ ഈ ചിതയിൽ വെക്കാണ്, ചിതയിൽ പിരിക്കാൻ വേണ്ടിയാണ്. ചിത വെച്ച് കഴിഞ്ഞ് ഈ ബോഡി കിടക്കുന്നതിന് മുമ്പ് ഈ ചിതയിൽ ഈ രാമച്ച കൊണ്ടുള്ളത് ശരിക്കും അടിക്കും. ചന്ദനക്കൂട് ഒരു എത്ര പേര് ബലിയിടണമല്ലോ അത്രയും കഷ്ണം ചന്ദനക്കൂട് നമ്മൾ മാറ്റി വയ്ക്കാം, അവർക്ക് പൊടി വെക്കാൻ പറ്റും. ബാക്കി ആ ചിതയിലേക്ക് അവരുടെ അടുത്തേക്ക് കൊണ്ട് കഴിഞ്ഞാൽ അവരതിനകത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം ചെറുകൂടെ വേണം. ചെറുകുള ഇല ഇപ്പം ആദ്യത്തെ ദിവസം നമുക്ക് വേണ്ടത് 7-8 ഇല ദിവസം ഒരു വലിയ ഒരു വലിയ ഇല അത് അന്നേരം ഒത്തിരി നേരത്തെ വെട്ടിയെടുത്ത് വാഴ ബാക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വെട്ടിവെച്ച വാഴ പോകാൻ ഒരു കണ്ടു വയ്ക്കാം. നമ്മൾ പൊട്ടാത്ത ഒരു അതും നാടകപ്പടം വാഴയുടെ ഏത്തവാഴയുടെ നമുക്ക് ഉപയോഗിക്കാം. അല്ലസർ പബ്ലിക് സ്കൂളും കേരള ഘരാനയും ചേർന്ന് തിങ്കളാഴ്ച 11-ന് സാത്രിയ ഡാൻസ് സംഘടിപ്പിക്കും. ആസാമീസ് നർത്തകി സഞ്ജക്ത ബരുവാണ് മോഹിനിയാട്ടത്തോട് സാമ്യമുള്ള കലാരൂപം അവതരിപ്പിക്കുന്നത്. വിവിധ ഭാഷകളിലുള്ള കലാരൂപങ്ങളെ പരസ്പരം പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ കലാരൂപങ്ങളായ മോഹിനിയാട്ടവും കഥകളിയും ഒക്കെ മറ്റ് സ്റ്റേറ്റുകളിലേക്കും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കലാരൂപമായ ആസാമീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാരൂപമായ സാത്രിയ ഡാൻസാണ് അല്ലസർ പബ്ലിക് സ്കൂളിലേക്ക് ഈ കേരള ഘരാന കൊണ്ടുവരുന്നത്. നവംബർ 25-ന് തിങ്കളാഴ്ച 11 മണിക്ക് അല്ലസർ ഡെൻ്റൽ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുക. ആസാമീസ് നർത്തകിയായ വിദുഷി സഞ്ജുക്ത ബാരു എന്ന നർത്തകിയാണ് സാത്രിയ ഡാൻസ് എന്ന ആസാമീസ് കലാരൂപം പെർഫോം ചെയ്യുന്നത്. ഈ സാത്രിയ ഡാൻസ് വിദുഷി സഞ്ജുക്ത ബാരു ഇവരുടെ സാത്രിയ ഡാൻസ് എന്ന ഒരു ആസാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ഒരു നൃത്ത രൂപമാണത്. അതുപോലെ തന്നെ ആ ഡാൻസ് അതിൻ്റെ ഒരു ഉള്ളടക്കമെന്ന് പറയുന്നത് ആ സാത്രിയ ഡാൻസ് വഴി ആസാമീസിലെ ഐതിഹ്യ കഥകളും അതുപോലെ തന്നെ സാത്രിയ ഡാൻസ് ഭാരതത്തിലെ പുരാണ കഥകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കളക്ടർ ഷെയ്ഖ് പരീദായിട്ട് കറപ്ഷൻ ആൻഡ് വയലൻസ് ഇൻ കൊച്ചിയാണ് ടോപ്പിക്. പിന്നെ 14-ന് അനൂപ് ജേക്കബിൻ്റെ സെഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്, റാഡിക്കേഷൻ ഓഫ് പോവേർട്ടി ഇൻ കേരള, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളതാണ് ടോപ്പിക്ക് വരുന്നത്. ആ ഫുഡ് സെക്യൂരിറ്റി ബില്ലുമായിട്ട് കണക്ട് ചെയ്ത് വരും. അത് രണ്ടും അടുത്ത ഈ കമ്മ്യൂണിറ്റി ക്ലബിൻ്റെ അടുത്ത 2 പ്രോഗ്രാംസാണ്. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന 10ാം ക്ലാസ് തുല്യതാ കോഴ്സിന്റെ ഇളന്തേശം, തൊടുപുഴ ബ്ലോക്ക് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള പഠിതാക്കളുടെ പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ TG ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ജോസഫ് പഠന സാമഗ്രികൾ വിതരണം ചെയ്തു. TH സുധീർ, ഡയസ് ജോസഫ്, PN നാസർ എന്നിവർ സംസാരിച്ചു. ജില്ലാ കോർഡിനേറ്റർ അബ്ദുൽ കരീം അധ്യക്ഷനായിരുന്നു. സാക്ഷരതാ മിഷനും അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പൂടെ ചേർന്ന്, അതായത് എല്ലാവർക്കും സാക്ഷരത വേണമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിലൂടെ നമുക്ക് ഒരുപിടി ആളുകൾക്ക് ഇപ്പോൾ തന്നെ ഇവിടെ ഇടുക്കി ജില്ലയിൽ 12 കേന്ദ്രങ്ങളിൽ ഈ പഠനം ആരംഭിക്കാൻ പോകുന്നു എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ 12 കേന്ദ്രത്തിൽ 10 കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം അതിന്റെ ജില്ലാതലത്തിലുള്ള ഉദ്ഘാടനമാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്ട് നമ്മുടെ ജില്ലയിൽ 1004 പഠിതാക്കളുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. തൊടുപുഴ ബ്ലോക്കിന്റെയും തൊടുപുഴ നഗരസഭയുടെയും ഇളന്തേശം ബ്ലോക്കിന്റെയും ജില്ല ഏതാണ്ട്
230ഓളം പഠിതാക്കൾ ഇവിടെ പഠിക്കുവാൻ വേണ്ടിയുണ്ട്. അതിൽ ഭൂരിപക്ഷം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു. ജില്ലാതല വൈദ്യുതി അവലോകന യോഗം 23-ന് രാവിലെ 11-ന് PT തോമസ് MPയുടെ അധ്യക്ഷതയിൽ തൊടുപുഴ വൈദ്യുതി ഭവനിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ വിജ്ഞാനമാതാ പള്ളിയിൽ പരിശുദ്ധ കന്യകാമാതാവിന്റെ തിരുനാളിന് സമാപനമായി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. ബാംഗ്ലൂർ സ്ഫോടന കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് PDP ജില്ലാ പ്രസിഡന്റ് മാഹിൻ ബാദുഷ മൗലവിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കും. ഇതോടെ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.